ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിദിൻ. അങ്ങനെ നമ്മുടെ കേട്ടറ്റ് എക്സാം കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ രണ്ട് ദിവസങ്ങളിലായിട്ട് 4 കാറ്റഗറി കേട്ടറ്റ് എക്സാം ആണ് കംപ്ലീറ്റ് ആയത്. നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടറ്റ് ജൂണിൽ നടക്കേണ്ട കേട്ടറ്റ് ആയിരുന്നു. പക്ഷെ നമ്മുടെ എന്തോ ഒരു ഭാഗ്യത്തിന് നമുക്ക് പഠിക്കാൻ കുറേ അധികം ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. സെപ്റ്റംബർ 18, 19 ദിവസങ്ങളിലായിട്ടായിരുന്നു നമ്മുടെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കുട്ടികൾ വളരെ നല്ല രീതിയിൽ തന്നെ എക്സാം പെർഫോം ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്തായാലും ഞങ്ങൾ ഇത്തവണത്തെ കേട്ടറ്റ് ക്വാളിഫൈ ആകും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പക്ഷെ ചില കുട്ടികൾക്ക് അവർ വേണ്ട പോലെ അല്ലെങ്കിൽ അവർ വിചാരിച്ച അത്രയ്ക്ക് എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. സാധാരണഗതിയിൽ കേട്ടറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് എക്സാം ആണ് അല്ലെ. അവിടെ മിക്ക കുട്ടികളും പരാജയപ്പെട്ടു പോകുന്നത് 2-3 മാർക്കിനാണ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഠിച്ചതിന്റെ പ്രശ്നമല്ല, മറിച്ച് എന്താണ്, എങ്ങനെയാണ് നമ്മൾ ആ പരീക്ഷയെ നോക്കിക്കണ്ടത് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. കേട്ടിട്ട് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും വിചാരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം അല്ലേ. നമ്മളിപ്പോ DLED അല്ലെങ്കിൽ BEd പഠിച്ച ഒരാൾക്ക് കേട്ടിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പാസ്സാവാൻ പറ്റും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ അത് ആദ്യം മാറ്റി വെക്കുക എന്നുള്ളതാണ് കേട്ടറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത്. നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കണം. ഒരു ടീച്ചറായിട്ട് നമ്മൾ നാളെ ക്ലാസ് റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ട്, ചില അറിവുകളുണ്ട്. അത് നമുക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ക്വാളിഫയിങ് എക്സാം ആണ് കേട്ടറ്റ്. അപ്പൊ അത് നല്ലപോലെ നമുക്ക് എന്ത് ചെയ്യണം, നല്ല മാർക്കോട് കൂടിയിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റണം. എങ്കിലേ നമുക്ക് നാളെ ഒരു റിയൽ ക്ലാസ് റൂമിൽ പോയിട്ട് നല്ലൊരു ടീച്ചറായിട്ട് കുട്ടികളുടെ ഇഷ്ടം അതുപോലെ തന്നെ അവരുടെ പഠനത്തിനെയൊക്കെ സഹായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ DLED അതല്ലെങ്കിൽ BEd പാസ്സാകുന്ന ഒരു കുട്ടി നിർബന്ധമായിട്ടും ക്വാളിഫൈ ചെയ്യേണ്ട ഒരു അതല്ലെങ്കിൽ ഒരു ക്വാളിഫയിങ് എക്സാം ആണ് കേട്ടറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ടീച്ചർ ആയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി എന്താണ്, അതുപോലെ തന്നെ നമുക്കുള്ള അറിവുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് പരിശോധിക്കപ്പെടുന്നത്. അപ്പോ കേട്ടറ്റ് എന്ന് പറയുന്നത് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അപ്പൊ ഒരു എക്സാം കഴിഞ്ഞു, ഞാൻ കുറെ തവണയായി എക്സാം എഴുതുന്നു, ഇതുവരെയും ഞാൻ പാസ്സായിട്ടില്ല, ഇനി ഞാൻ എക്സാം എഴുതുന്നില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ള കുട്ടികൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും നാൾ പഠിച്ചതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ജോലി കിട്ടുക. അപ്പൊ ആ ജോലിയിലേക്ക് എത്താനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് കേട്ടറ്റ്. ഒരു മനുഷ്യനും ആദ്യം തന്നെ എന്തില്ല, വിജയത്തിലേക്ക് എത്താനായിട്ട് പറ്റില്ല. ഒരുപാട് പരാജയങ്ങളിൽ കൂടെ കടന്നു പോയതിനു ശേഷമാണ് വിജയം എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് നമ്മൾ എത്തുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വിഷമങ്ങൾ തരുന്നതായിരിക്കും, ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റണം. അപ്പോ ഒരു തവണ കേട്ടറ്റ് എഴുതി, തോറ്റുപോയി, സാരമില്ല, അടുത്ത തവണയും എഴുതി, ചിലപ്പോൾ നമ്മൾ തോറ്റിട്ടുണ്ടാവും. അപ്പോ എത്ര തോൽവി ഉണ്ടായി കഴിഞ്ഞാലും ഒരിക്കൽ എനിക്കൊരു വിജയമുണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ എന്ത് ചെയ്യാം, ഇത്തവണ അത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ അടുത്ത കേട്ടറ്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ എക്സാം കഴിഞ്ഞു, ഇനി കുറെ നാൾ കഴിഞ്ഞിട്ടല്ലേ അടുത്ത എക്സാം വരിക, അപ്പോ പ്രിപ്പയർ ചെയ്താൽ പോരെ എന്ന രീതിയിൽ ഒന്നും ചിന്തിക്കേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം അല്ലെ. ഈ അറിയാവുന്ന കാര്യങ്ങള് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ബോധമണ്ഡലത്തിൽ, നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിലനിർത്തുക. അപ്പൊ ഇപ്പൊ പരീക്ഷ കഴിഞ്ഞു, അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോവാം, ആ ഒരു മൈൻഡ് സെറ്റ് അല്ല വേണ്ടത്. നമുക്കുള്ളിൽ തന്നെ ഒരു തോന്നലുണ്ടാവും അല്ലെ, ഇത്തവണ ഞാൻ പാസ്സാവുമോ ഇല്ലയോ, ഞാൻ ബോർഡർ ലൈനിൽ നിൽക്കുവോ എന്നുള്ളതൊക്കെ നമുക്കറിയാം. നമ്മളാണ് എക്സാം എഴുതിയത്. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മളൊരു ആൻസർ കീ വെച്ചിട്ട് നമുക്ക് ഇത്രയാവും മാർക്ക് കിട്ടാൻ സാധ്യത എന്നുള്ള ഒരു നിഗമനമൊക്കെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടാവും. അപ്പൊ അടുത്ത എക്സാം ഞാൻ എഴുതണോ അല്ലെങ്കിൽ എന്റെ ഇത് ലാസ്റ്റത്തെ കേട്ടറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ അടുത്ത എക്സാം ഞാൻ എഴുതണം എന്ന് ചിന്തിക്കുന്ന കുട്ടികൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും എന്ത് ചെയ്യാം, അടുത്ത വർഷം നടക്കാൻ പോകുന്ന നമ്മുടെ കേട്ടറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് അല്ലെ. ജനുവരി ഫെബ്രുവരി ആയിട്ടായിരിക്കും നമ്മുടെ അടുത്ത ഒരു കേട്ടറ്റ് എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ വർഷത്തിൽ 2 തവണയാണ് കേട്ടറ്റ് എക്സാം നടത്തുന്നത് നമ്മുടെ പരീക്ഷാ ഭവനാണ്. അപ്പോ ജനുവരിയിൽ ഒരു എക്സാം വരുന്നു, അതുപോലെ തന്നെ ജൂണിൽ ഒരു സൈക്കിൾ വരുന്നു. ഇങ്ങനെ 2 സൈക്കിൾ ആയിട്ടാണ് കേട്ടറ്റ് നടക്കുന്നത്. അപ്പൊ അടുത്ത ഒരു എക്സാമിന് നമ്മുടെ മുന്നിൽ സമയമുണ്ട്. ആ സമയം നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം നല്ല രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. പതുക്കെ നമുക്ക് എന്ത് ചെയ്യാം,
നമ്മുടെ കേട്ടറ്റ് എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്? സാധാരണഗതിയിൽ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കും. പക്ഷെ ഇതിൽ തന്നെ എങ്ങനെയാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരു ടെൻഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇപ്പൊ കേട്ടറ്റ് കാറ്റഗറി 1നെ സംബന്ധിച്ചിടത്തോളം ലോവർ പ്രൈമറി ക്ലാസ്സുകളിലേക്ക് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ് കേട്ടറ്റ് കാറ്റഗറി 1 എന്ന് പറയുന്നത്. ഇപ്പൊ കാറ്റഗറി 1 നോക്കുകയാണെങ്കിലും 2 നോക്കുകയാണെങ്കിലും 3 നോക്കുകയാണെങ്കിലും 4 നോക്കുകയാണെങ്കിലും അവിടെ 150 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഉണ്ടായിരിക്കുക. 150 മാർക്കിനുള്ള ചോദ്യങ്ങൾ. 2.5 മണിക്കൂർ നേരമാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഒരു ചോദ്യത്തിന് അവിടെ ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ആ ടൈം മാനേജ് ചെയ്യേണ്ടത്. ഇനി കാറ്റഗറി 1നെ സംബന്ധിച്ചിടത്തോളം 5 വിഷയങ്ങളാണ് നമ്മൾ അവിടെ പ്രധാനമായും പഠിക്കുന്നത്. സൈക്കോളജി പഠിക്കണം, ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2, EVS, മാത്തമാറ്റിക്സ്. ഇങ്ങനെ 5 വിഷയങ്ങളില് 30 മാർക്ക് വീതമുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ എന്താണ്? എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ആയിട്ടുള്ള ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ 5 വിഷയങ്ങളും എന്ത് ചെയ്യണം? ഒരേ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പഠിക്കേണ്ടതാണ്. ഇനി കാറ്ററ്റ് കാറ്റഗറി 2നെ സംബന്ധിച്ചിടത്തോളം അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ് കാറ്റഗറി 2 എന്ന് പറയുന്നത്. ഇവിടെയും 150 മാർക്കിന് തന്നെയാണ് എക്സാം നടത്തുന്നത്. 2.5 മണിക്കൂർ നേരമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് നമ്മുടെ എക്സാമിന്റെ ഒരു പാറ്റേണിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ സൈക്കോളജി 30 മാർക്കിന് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലാംഗ്വേജ് 1 30 മാർക്കിന് തന്നെയാണ്. ലാംഗ്വേജ് 2ഉം 30 മാർക്കിനാണ്. പിന്നെ വരുന്നത് നമ്മുടെ സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ സോഷ്യൽ ആണോ അതല്ലെങ്കിൽ നമ്മൾ സയൻസ് ആണോ ചൂസ് ചെയ്യുന്നത്? അപ്പോ സയൻസ് ചൂസ് ചെയ്യുന്നവര് സ്വാഭാവികമായിട്ടും അവിടെ സയൻസും മാത്തമാറ്റിക്സും കൂടിയിട്ടാണ് വരിക. ഇവിടെ സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കുറെ സബ്ജക്ട്സ് വരും അല്ലെ. ഹിസ്റ്ററി വരും, ജോഗ്രഫി വരുന്നുണ്ട്, പൊളിറ്റിക്സ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഭാഗത്തും വരും. 60 മാർക്കിനാണ് ആ ഒരു ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ 30 മാർക്ക് സൈക്കോളജി, 30 മാർക്ക് ലാംഗ്വേജ് 1, 30 മാർക്ക് ലാംഗ്വേജ് 2, 60 മാർക്ക് നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന്. ഓക്കെ, സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ. ഇവിടെ ലാംഗ്വേജ് 1 എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ മലയാളമായിരിക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും, തമിഴ് ആയിരിക്കും, കന്നഡ ആയിരിക്കും. ഏതാണോ നമ്മൾ ലാംഗ്വേജ് 1 ആയിട്ട് ചൂസ് ചെയ്തത് ആ ലാംഗ്വേജ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലാംഗ്വേജ് 2 ആയിട്ടും കൂടെ ചൂസ് ചെയ്യാൻ പറ്റില്ല. വേറെ ലാംഗ്വേജ് ആണ് ചൂസ് ചെയ്യേണ്ടത്. അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി കാറ്റഗറി 3നെ സംബന്ധിച്ചിടത്തോളം ഹൈസ്കൂൾ ലെവലിലേക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ് കാറ്ററ്റ് കാറ്റഗറി 3 എന്ന് പറയുന്നത്. അപ്പൊ ഇത്തവണത്തെ നമ്മുടെ കാറ്ററ്റ് കാറ്റഗറി 1ഉം അതുപോലെ തന്നെ കാറ്റഗറി 2 വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. കുറെ അധികം കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പക്ഷെ കാറ്ററ്റ് കാറ്റഗറി 3നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വെള്ളം കുടിപ്പിച്ച ഒരു എക്സാം ആയിരുന്നു കാറ്ററ്റ് കാറ്റഗറി 3ക്ക് വന്നത്. അപ്പൊ സൈക്കോളജി ഭാഗം എടുത്ത് നോക്കുകയാണെങ്കിലും അതില് വളരെ കുറവാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. മിക്കതും എന്ത് തന്നെയായിരുന്നു, ആപ്ലിക്കേഷൻ ലെവൽ ആയിരുന്നു. അതുപോലെ തന്നെ അനാലിസിസ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ പല തരത്തിലുള്ള ചോദ്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരുന്നു ഇത്തവണ കാറ്ററ്റ് 3 എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ കാറ്ററ്റ് കാറ്റഗറി 1ഉം 2ഉം കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു 3യും അതുപോലെ തന്നെ ഈസി ആയിരിക്കും, കുട്ടികൾക്ക് വലിയ പാടൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ എക്സാം അനാലിസിസ് വീഡിയോ എടുത്തപ്പോഴാണ് കുട്ടികൾ പറയുന്നത് എക്സാം വളരെയധികം ടഫായിരുന്നു. അതിൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു 40 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് സൈക്കോളജി എന്ന് വരുന്നത്. അതിലൊരു 25 മാർക്കോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ കോമൺ സെൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് തന്നെയായിരുന്നു 25 മാർക്കോളം എന്ന് പറയുന്നത്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചൊരു വെള്ളം കുടിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ കാറ്ററ്റ് കാറ്റഗറി 3 എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ലെവൽ കൂടിയ ഒരു എക്സാം ആണ്. 150 മാർക്കിനാണ് കാറ്ററ്റ് കാറ്റഗറി 3 എക്സാം നടക്കുന്നത്. 2.5 മണിക്കൂർ നേരം തന്നെയാണ് വരുന്നത്. സൈക്കോളജിയിൽ നിന്ന് 40 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഈ 40 മാർക്കിൽ എന്തും കൂടെ വരുന്നുണ്ട്, പെഡഗോജിയും കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പെഡഗോജിയും കൂടെ വരുന്നുണ്ട്. പതിനഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങൾ പെഡഗോജി ഭാഗത്തു നിന്നാണ് ചോദിക്കാം. പിന്നെ വരുന്നതാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. അത് മലയാളമായിരിക്കാം, ഇംഗ്ലീഷ് ആയിരിക്കാം, നമുക്ക് ഏതാണോ കംഫർട്ട് അത് ചൂസ് ചെയ്യാം. 30 മാർക്കാണ് അവിടെ നിന്ന് വരുന്നത്. പിന്നെ വരുന്ന ഒരു മേജർ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് ആണ്. ഏതാണോ നമ്മുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിന്റെ ഭാഗത്ത് നിന്നും 80 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഇതില് സബ്ജക്ട് പെഡഗോജി ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇങ്ങനെ 150 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് കാറ്ററ്റ് കാറ്റഗറി 3യിൽ നിന്നും ചോദിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേയും
നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്താണ് പഠിക്കേണ്ടത്, അല്ലെ? ആ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏതൊരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുമ്പോഴും ആദ്യം ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ബാച്ച് ഇറങ്ങിയപ്പോഴും ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു, മക്കളെ നിങ്ങൾ എഴുതാൻ പോകുന്നത് കേട്ടറ്റ് എക്സാം ആണ്. സമ്മതിച്ചു, നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്, കേട്ടറ്റ് എന്ന് പറയുന്നത് ഇന്നതാണ്, ഇന്ന മാർക്കിൽ വരുന്നുണ്ട്, ഇത്ര സമയമാണുള്ളത്. പക്ഷേ അവിടെ നിങ്ങൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ സിലബസ് ആണ്. ഏത് കാറ്റഗറി എക്സാം ആണോ നിങ്ങൾ എഴുതാൻ പോകുന്നത് അതിന്റെ ഒരു സിലബസ്, അതിന്റെ ഒരു ഹാർഡ് കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം മുതൽ അവസാനം വരെയും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, ഏതൊക്കെ നമ്മൾ പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ട് എന്ന് മാർക്ക് ചെയ്യാൻ നമ്മെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏതുമായി ബന്ധപ്പെട്ട് വരുന്നത്, നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ തവണ പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്ക് ചിലപ്പോ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടുണ്ടാവില്ല. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല, എന്റെ വെപ്രാളം കൊണ്ട് ഞാൻ ചില ക്വസ്റ്റ്യൻസ് തെറ്റിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അടുത്ത ഒരു തവണയും കൂടെ എക്സാം എഴുതേണ്ടി വരും. അപ്പൊ അടുത്ത ഒരു എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സൈലം ടീച്ചിങ് എക്സാംസ് കാറ്ററ്റിന്റെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. ഒക്ടോബർ 10-ാം തീയതി മുതലാണ് നമ്മുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നത്. കേട്ടറ്റ് കാറ്റഗറി 1-നും കാറ്ററ്റ് കാറ്റഗറി 2-നും അതുപോലെ തന്നെ കാറ്ററ്റ് കാറ്റഗറി 3-ക്കും വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ് ഒക്ടോബർ 10-ാം തീയതി മുതൽ സൈലം ടീച്ചിങ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ കാറ്റഗറി 1-ന് 1499 രൂപയും കേട്ടറ്റ് കാറ്റഗറി 2-ന് 1999 രൂപയും കാറ്റഗറി 3-ക്ക് 2499 രൂപയുമാണ് ഫീസ് ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ സിലബസിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന തരത്തിലുള്ള ഫുൾ പാക്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആകുന്നത് ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു സമയമനുസരിച്ച് നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കണ്ടു തീർക്കാം. ഇനി നിങ്ങൾ ക്ലാസ്സുകൾ കാണൽ മാത്രമല്ല, കൃത്യമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവ് ക്ലാസ്സുകളിൽ കൂടെ ആ ടോപ്പിക്സ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് റിവിഷൻ ചെയ്യും. അവിടെ കൂടുതലായിട്ടും നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് രീതിയിലായിരിക്കും ആ ടോപ്പിക് റിവൈസ് ചെയ്യുന്നത്. നമ്മുടെ എക്സാം വരെയും കോഴ്സിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. കൃത്യമായിട്ടുള്ള ഒരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾക്ക് ഡൗട്ട്സ് വരുന്നു, ഈ ഡൗട്ട്സ് നിങ്ങൾക്ക് ആരോട് ചോദിക്കാം, നിങ്ങളുടെ മെന്ററുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മെന്റർ അത് കൃത്യമായിട്ട് പെർട്ടിക്കുലർ ആയിട്ടുള്ള ടീച്ചേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ക്ലിയർ ചെയ്യും. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്, അല്ലെ? എക്സാം നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത ഒരു എക്സാം നമ്മൾ എഴുതണം, അല്ലെങ്കിൽ അടുത്ത എക്സാം എനിക്ക് ഉറപ്പായിട്ടും കിട്ടണം. ഞാൻ ഇത്രയും നാൾ പഠിച്ചത് ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു ടീച്ചറായിട്ട് എനിക്ക് ഒരു സ്കൂളിലേക്ക് കയറി ചെല്ലണമെങ്കിൽ ആദ്യം എന്റെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, ഈ കാറ്ററ്റ് ക്വാളിഫൈ ചെയ്ത എന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ പഠനം ഇവിടെ ആരംഭിക്കുന്നേ ഉള്ളൂ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് A to Z എന്നുള്ള രീതിയിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഒടുവിലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങളുടെ പഠനം നിങ്ങൾ മാറ്റിവെക്കേണ്ട. ഏറ്റവും ഒടുവിലാകുമ്പോൾ നമ്മൾ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുന്നത് പോലെ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സിലബസ് കവർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് പതുക്കെ എന്ത് ചെയ്യാം, നമ്മുടെ സിലബസ് പഠിച്ചു തുടങ്ങാം. വളരെ കൃത്യമായിട്ടൊരു ടൈം ടേബിളോട് കൂടിയിട്ട് നമുക്ക് അടുത്ത ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരുപാട് ടീച്ചേഴ്സ് ആണ് നമുക്കിടയിലുള്ളത്. അപ്പൊ അവര് കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെ പഠിക്കണം, ഏത് കാര്യങ്ങൾ പഠിക്കണം, ഏതാണ് നമ്മുടെ കോർ ഏരിയ ആയിട്ട് വരുന്നത്, ഇതൊക്കെ പറഞ്ഞു തരാൻ ടീച്ചേഴ്സ് ഇവിടെ റെഡിയാണ്. അപ്പൊ നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ആ നമ്പർ അവിടെ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 9951000800 ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു ടെലഗ്രാം ചാനൽ ഉണ്ടായിരിക്കും. ആ ചാനൽ ത്രൂ ആയിരിക്കും നമ്മൾ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടും ഡൗട്ട്സിനെ പറ്റിയിട്ടും നമ്മുടെ കേട്ടറ്റ് എക്സാമിനെ പറ്റിയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ അറിയിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്നൊന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം, അല്ലെ? ഇവിടെ ആപ്ലിക്കേഷൻ ത്രൂ ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാക്കുന്നത്. ഓൾറെഡി നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള ഏതൊരു കാറ്റഗറിയുടെയും സിലബസ് അനുസരിച്ചിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റെക്കോർഡുകൾ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാൻ സൗകര്യമുള്ളത്, അല്ലെ, നിങ്ങൾ എപ്പോഴാണോ പഠിക്കാൻ റെഡി ആകുന്നത് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. അപ്പൊ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് ഇത് പഠിക്കാം.
നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ നിങ്ങൾക്ക് ഓരോ ടോപ്പിക് വൈസും ഓരോരോ ക്ലാസ്സുകൾ കാണാനായിട്ട് പറ്റും. റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ആ ടോപ്പിക് മനസ്സിലാകുന്ന തരത്തിലോട്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് നൽകുന്നത്. ഇനി ഇതുകൂടാതെ നിങ്ങൾ ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് വരും. അതുകൂടാതെ നിങ്ങൾക്ക് തന്നെ തോന്നും ടീച്ചറെ കണ്ടു ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഈ ഡൗട്ട് ഒന്ന് ക്ലിയർ ആക്കായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ് സെഷൻസും നമ്മൾ വീക്കിലി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ സിലബസ് അനുസരിച്ചിട്ടുള്ള ആ ടോപ്പിക്സ് നമുക്ക് ഒന്നും കൂടെ ഒരു Q&A സെഷനിൽ കൂടെ റിവിഷൻ നടത്താനായിട്ട് സാധിക്കും. ഇനി ഇതുകൂടാതെ നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. മെന്ററാണ് ആ ഗ്രൂപ്പ് ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ആ മെന്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും എക്സാമിനെ പറ്റിയിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ടെലഗ്രാം ഗ്രൂപ്പിൽ നൽകും. ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ തന്നെ ഉണ്ടായിരിക്കും. ഇനി മറ്റൊരു പ്രത്യേകതയാണ് റിവിഷൻ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. കുറെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമില്ല അല്ലെ. നമുക്ക് എന്ത് ചെയ്യണം? റിവിഷൻസ് നടത്തണം. മന്ത്ലി നമുക്ക് എന്ത് ചെയ്യാം? ഒരു കേഡറ്റ് എക്സാമിന്റെ പോലെ തന്നെ ഒരു മോഡൽ എക്സാം നമുക്ക് നടത്തണം. നമ്മുടെ കൃത്യമായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്ത് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് അസസ് ചെയ്യാം അല്ലെ. അപ്പൊ ഈ അസസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോർ ലേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ്. അപ്പൊ ഇത്രയും വളരെ ഫുൾ പാക്ഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ പഠിക്കണം. ആ ഒരു രീതിയിൽ പഠിച്ചാൽ തന്നെയാണ് ഇനി വരുന്ന കേട്ടിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ പരീക്ഷ ഭവൻ അതിന്റെ അടുത്ത നോട്ടിഫിക്കേഷൻ വരുത്തട്ടെ, അതല്ലെങ്കിൽ എല്ലാവരും ഒന്ന് പഠിച്ച് ഒരുവിധം സെറ്റ് ആവട്ടെ എന്നിട്ട് ഞാൻ പഠിച്ചു തുടങ്ങാം എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കണ്ട. ഇപ്പൊ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ കേട്ടറ്റ് എക്സാമിന്റെ പ്രിപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. അതല്ല അവസാന വട്ടത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സിലബസും കംപ്ലീറ്റ് ആവില്ല, നമ്മൾ വളരെയധികം ടയേർഡ് ആയിട്ടുണ്ടാവും. അപ്പോ നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ഒരു ബാച്ചിലെ കുട്ടികൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഈ ഒരു എക്സാം ഇപ്പൊ കഴിഞ്ഞ കേട്ടിട്ട് എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു. അപ്പൊ അടുത്തൊരു എക്സാം കഴിയുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളും പറയണം എക്സാം വളരെയധികം സിമ്പിൾ ആയിരുന്നു. അങ്ങനെ സിമ്പിൾ ആയിരുന്നു എന്ന് പറയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൊടുക്കേണ്ട കോൺട്രിബ്യൂഷൻസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോ ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന കുട്ടികൾ അടുത്തൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുക. നമ്മുടെ ഇവിടെ ഒരു എക്സ്പേർട്ട് ടീം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടുത്തൊരു കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യിക്കാൻ ക്ഷണിക്കുകയാണ്. നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. ആ നമ്പറിൽ എന്ത് ചെയ്യുക? ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ അടുത്ത വീഡിയോസിൽ കൂടെ നമ്മുടെ അടുത്ത എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.